ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 12 റിവ്യൂ. ഇന്നത്തെ ദിവസം പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് വന്ന അനീഷിൻ്റെ ദിവസമായിരുന്നു ഇന്ന്. മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്ക് ഇന്ന് അവതരിപ്പിക്കാനുള്ളത് കുറേ കലാരൂപങ്ങളായിരുന്നു. ബിഗ് ബോസ് കുറേ പാട്ടുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പാട്ടുകൾ വെച്ച് ഡാൻസും സ്കിറ്റും കഥാപ്രസംഗവും തമ്മിൽ മിക്സ് ചെയ്തിട്ട് അവതരിപ്പിക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തർ അവരവരുടെ സഹായികളെ വെച്ച് പരിപാടി അവതരിപ്പിച്ചു. അനീഷിൻ്റെ സഹായികളായ ഷൈത്യയും നൂറയും അവരുടെ പ്രോഗ്രാം നന്നായി അവതരിപ്പിച്ചെങ്കിലും ബാക്കിയുള്ളവർ പോയിൻ്റ് കൊടുക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ അനീഷിൻ്റെ ടീം ഏറ്റവും ഒടുവിലത്തെ സ്ഥാനമാണ് അവർക്ക് കിട്ടിയത്. ഒന്നാം സ്ഥാനം കിട്ടിയത് അക്ബറും അനുമോളും അവതരിപ്പിച്ച സരിക കലഫവിൻ്റെ ടീമിനായിരുന്നു. രണ്ടാം സ്ഥാനം കിട്ടിയത് നവീനും ഷാനവാസും അവതരിപ്പിച്ച രേണു സുധിയുടെ ടീമിനായിരുന്നു. മൂന്നാം സ്ഥാനം കിട്ടിയത് ജിസൈലും ആര്യൻ അവതരിപ്പിച്ച ഒണീലിൻ്റെ ടീമിനായിരുന്നു. നാലാം സ്ഥാനം കിട്ടിയത് അപ്പാനിയും ബിന്നിയും അവതരിപ്പിച്ച രേണ ഫാത്തിമയുടെ ടീമിനായിരുന്നു. അഞ്ചാം സ്ഥാനം അനീഷിനും. ആറാം സ്ഥാനം ആർക്കും കിട്ടിയില്ല. കാരണം ബിൻസിയും അഭിലാഷ് അവതരിപ്പിച്ച പ്രോഗ്രാം ഡിസ്ക്വാളിഫൈഡായി പോയി. തന്മൂലം ശാരികയ്ക്ക് 0 പോയിൻ്റാണ് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ അവിടെ പൊളിറ്റിക്സാണ് നടന്നത്. നല്ല ടീമിനൊന്നും പോയിൻ്റ് കിട്ടിയില്ല, മോശം ടീമിന് പോയിൻ്റ് കിട്ടുകയും ചെയ്തു. അനീഷ് പറഞ്ഞു, പ്രേക്ഷകരുടെ വോട്ടാണ് വലുത്, നിങ്ങൾ പ്രേക്ഷകർ ഇതിന് മറുപടി നൽകും എന്നൊക്കെ അനീഷ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ബിഗ് ബോസ് തന്നെ അതിന് മറുപടി തന്നു. ഉക്കരൻ ട്വിസ്റ്റ്. ഇത്രയും ദിവസം 6 പേർ തങ്ങളുടെ സഹായികളെ വെച്ചാണ് മത്സരം പൂർത്തീകരിച്ചത്. എന്നാൽ അടുത്ത ടാസ്ക് അവർ തന്നെ അത് ചെയ്യണം. വേറെ സഹായികളൊന്നുമില്ലാതെ തന്നെയാണ് ചെയ്യേണ്ടത്. ഗാർഡൻ ഏരിയയിൽ അവരുടെ പോയിന്റുകൾ അടങ്ങിയിട്ടുള്ള കോയിനുകൾ 6 ബൗളുകളിലായി വെച്ചിട്ടുണ്ട്. അതിനടുത്ത് ഓരോരുത്തരും വന്ന് നിൽക്കണം. എന്നിട്ട് ബസറടിക്കുമ്പോൾ മുമ്പിൽ കാണുന്ന ഗ്രീൻ ബട്ടണിൽ ഞെക്കണം. ആദ്യം ഞെക്കുന്ന ആൾക്ക് മറ്റുള്ളവരുടെ ബബിളിൽ നിന്ന് കോയിൻ എടുത്ത് ഗ്രീൻ ബട്ടണടുത്തുള്ള ബബിളിനടുത്ത് കൊണ്ടുവയ്ക്കണം. അത് 7 സെക്കൻഡിനുള്ളിൽ കൊണ്ടുവയ്ക്കണം. 7 സെക്കൻഡിനുള്ളിൽ കൊണ്ടുവച്ചില്ലെങ്കിൽ അവർ പുറത്താകും. അങ്ങനെ കൊണ്ടുവയ്ക്കുന്ന കോയിൻ അവരുടെ പോയിന്റിനോട് ചേർത്ത് കൂട്ടിച്ചേർക്കപ്പെടും. 2 അവസരങ്ങളുണ്ടായിരിക്കും. അങ്ങനെ ബസ് അടിച്ചപ്പോൾ അവരെല്ലാം ചാടി ഓടി. ആദ്യം എത്തിയത് അനീഷാണ് ഗ്രീൻ ബട്ടണിൽ ഞെക്കിയത്. ബിഗ് ബോസ് അനീഷിനോട് ചോദിച്ചു, ഇതിന്ന് ആരുടെ കോയിനാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അനീഷ് പറഞ്ഞു, ഒണീലിൻ്റെ ഇതാണ് എന്ന് പറഞ്ഞു. ഒണീലാകെ വിഷമത്തിൽ. ബസറടിച്ചപ്പോൾ 7 സെക്കൻഡിനുള്ളിൽ തന്നെ അനീഷ് 9 കോയിൻ എടുത്ത് ബൗളിനിൽ കൊണ്ട് ഇട്ടു. അപ്പോൾ അനീഷിൻ്റെ 6ൻ്റെ കൂടെ 9 കൂടെ ചേർന്നപ്പോൾ 15 പോയിൻ്റായി. ഏറ്റവും കൂടുതൽ പോയിൻ്റ് അനീഷിന്. ഒണിയലിൻ്റെ കാറ്റ് പോയി. ഇതിനു മുമ്പത്തുള്ള ടാസ്കിൽ ഒണിയലിൻ്റെ ചില മാനിപ്പുലേഷൻ കാരണമാണ് അനീഷ് അവസാന സ്ഥാനക്കാരനായത്. അത് ഇപ്പോൾ ഒണിയലിന് തിരിച്ചടിച്ചു. അടുത്ത അവസരത്തിലും അനീഷ് തന്നെയാണ് ഗ്രീൻ സിഗ്നൽ ടച്ച് ചെയ്തത്. ഇത്തവണ 7 സെക്കൻഡിനുള്ളിൽ 2 കോയിൻ എടുത്ത് 17 പോയിൻ്റ് കൂടി അനീഷ് തന്നെ ഏറ്റവും മുന്നിൽ. അങ്ങനെ അവസാന സ്ഥാനക്കാരായ നമ്മുടെ ഒനിയലും ശാരികയും ബിഗ് ബോസ് വീട്ടിനോട് തൽക്കാലത്തേക്ക് വിട പറഞ്ഞ് ഒരു ഡാർക്ക് റൂമിൽ പോയിരിക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ അവിടെ നിന്ന് പുറത്തുപോയി. ഇത് ശരിക്കും അനീഷിൻ്റെ വിജയമാണ്. കാരണം ഏറ്റവും പുറകിൽ നിന്ന അനീഷ് ഏറ്റവും മുമ്പിൽ നിന്നു. ഇതാണ് ബിഗ് ബോസിൻ്റെ 7ൻ്റെ പണി. 90% പേരും അനീഷ് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചത്. പോയിരുന്നെങ്കിൽ ഒരാഴ്ച ഒരു കണ്ടന്റും കാണില്ല, ചുമ്മാ കഥയൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ബിഗ് ബോസിൻ്റെ തന്ത്രം മൂലം ആ പണി പാടി. ഇതിനിടയ്ക്ക് അനുമോളും ജിസൈലും തമ്മിൽ മേക്കപ്പിൻ്റെ ശീതസമരത്തിലാണ്. അനുമോൾ മണത്ത് നടക്കുകയാണ്. ജിസൈൽ എന്തൊക്കെയാണ് മോഷ്ടിച്ചത്, ഏതൊക്കെ മേക്കപ്പ് സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നോക്കി ജിസൈലിൻ്റെ പെട്ടി തുറന്നു നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ജിസൈൽ അനുമോളിനോട്, എൻ്റെ പെട്ടി തുറന്നു നോക്കണ്ട, നീ എൻ്റെ പെട്ടി തുറന്നു നോക്കരുത്, എന്തിനാണ് എൻ്റെ പുറകെ നടക്കുന്നത്,
നിനക്ക് ഒരു ഗെയിം മാത്രമേ ഉള്ളൂ, എൻ്റെ പുറകെ നടക്കൽ. ഞാൻ ഏതൊക്കെ മേക്കപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ ഒന്നും ഉപയോഗിക്കുന്നില്ല, എന്തിനാണ് ഇങ്ങനെ നടക്കുന്നതെന്നാണ് ജിസൈലിൻ്റെ പരാതി. അനുമോളിൻ്റെ കുശുമ്പാണ്, അനുമോൾ എന്നെ ടാർഗറ്റ് ചെയ്താണ് ഇപ്പോൾ ഗെയിം കളിക്കുന്നത് എന്ന് ജിസൈൽ. അതിനിടയ്ക്ക് ആര്യൻ്റെ മോയിസ്റ്റർ നമ്മുടെ ജിസൈൽ എടുത്തപ്പോൾ അത് കണ്ടുപിടിച്ച് നമ്മുടെ അനുമോൾ ആര്യൻ്റെ പെട്ടിയിൽ നിന്ന് എടുത്ത ജിസൈൽ എടുത്തുകൊണ്ട് പോകുന്നു. എന്നിട്ട് ബാത്റൂമിൽ പോയതൊക്കെ അനുമോൾ ഒരു കുറ്റാന്വേഷകയെ പോയി കണ്ടുപിടിക്കുന്നു. ഇതിനിടയ്ക്ക് അനുമോളിൻ്റെ കരച്ചിൽ. ഷൈത്തയും അനുമോളും നല്ല കൂട്ടാണല്ലോ. ഞാൻ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാർ എന്നെപ്പറ്റി പറയുന്നത് എന്ന് അനുമോൾ. ഈ ജിസൈലിന് മാത്രം എന്താണ് ഇവിടെ പ്രത്യേകത? മേക്കപ്പും എല്ലാം ഇട്ട് നടക്കാൻ. നമ്മളും അവരെ പോലെയുള്ള ആൾക്കാർ തന്നെയല്ലേ. ഇവിടെയുള്ള ആണുങ്ങളൊന്നും പറയുന്നില്ല. ആണുങ്ങൾക്കെല്ലാം ജിസൈൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന കാണാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് അവരൊന്നും പറയാത്തത്. പിന്നെ ആണുങ്ങളെല്ലാം ഇവിടെ കൈയടക്കി വെച്ചേക്കുവാണ് എന്നൊക്കെയാണ് അനുമോൾ. ഓരോന്ന് പറഞ്ഞ് അനുമോൾ കരയുന്നു. എനിക്കെൻ്റെ അപ്പനെ അമ്മയും മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കരച്ചിൽ. അനുമോൾ ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷേ ഇതുപോലത്തെ കരച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഡ്രാമ എന്നാണ് പറയുക. സ്ത്രീകളിൽ ഇപ്പോൾ ജിസൈലും അനുമോളും തമ്മിയാണ് ഗെയിം കളിക്കുന്നത്. ബാക്കി ആരും തന്നെ അവിടെ ഒന്നും കളിക്കുന്നില്ല. ഷൈദിയൊക്കെ ആണെങ്കിൽ ടാസ്കിൽ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഒരു കളിയൊന്നും അവിടെ കാണുന്നില്ല. ബാക്കിയുള്ള സ്ത്രീജനങ്ങളും എല്ലാം ശരിയാണ്. അപ്പാനിക്കൊക്കെ അനീഷിനെ ചുറ്റിപ്പറ്റി വഴക്കുണ്ടാക്കാൻ നേരമുള്ളൂ. അനീഷ് എന്ത് ചെയ്താലും അപ്പാനിക്ക് പ്രശ്നം. നിൽക്കണവിടെ, അനങ്ങാതവിടെ, ഓടടവിടെ, മാറരുതവിടെ, നീ ആരടാ എന്നൊക്കെ അലർച്ച. അതാണ് അപ്പാനിയുടെ ഗെയിം. ശാരിക കലാഭവൻ രാവിലെ പറഞ്ഞു എല്ലാവർക്കും ഗോതമ്പ് ദോശയാണ് രാവിലെ കൊടുത്ത്. എന്നിട്ട് തികയാതെ വന്നപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടാക്കി വെച്ച് അവർ തന്നെ കിച്ചൺ ടീം കഴിക്കുന്നു. അത് ശരിയല്ല എന്നൊക്കെ ശാരിക പറഞ്ഞപ്പോൾ അനീഷ് പറഞ്ഞു അത് ശരിയാണ്, തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ അനീഷ് പറഞ്ഞപ്പോൾ അപ്പാനി ചാടി വീണു. നിനക്ക് എങ്ങനെയാ രണ്ട് തരത്തിലുള്ള ഭക്ഷണം ഇവിടെ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ആവശ്യമില്ലാത്തതൊക്കെയായിരുന്നു. അനീഷ് തെറ്റ് അക്സെപ്റ്റ് ചെയ്താൽ കൂടി അവരത് പിന്നെ അത് പ്രശ്നമാകുന്നു. അനീഷൊക്കെ പറയാനുള്ളത് നേരെ നിന്നേ പറയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒഴിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇവരുടെ പറച്ചിലാണ്. ഇന്നേതായാലും ടാസ്ക് ബേസിലും താൻ മുന്നിൽ തന്നെയാണെന്ന് അനീഷ് തെളിയിച്ചു. രേണുസുതിക്കൊന്നും അവിടെ ഒരു കളിയില്ല, ചുമ്മാ അതിലൂടെയൊക്കെ നടക്കുന്നു എന്ന് മാത്രം. നേരത്തെ റെന ഫാത്തിമയൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ റെന ഫാത്തിമയും ഒരു ഫോമിലല്ല. അവരുടെ കളിയൊന്നും ഇപ്പോൾ നല്ല രീതിയിലല്ല കളിക്കുന്നത്. RJ ബിൻസിയൊക്കെ ആണെങ്കിലും ഏത് നിമിഷവും പോകാവുന്ന രീതിയിലാണ്. വോട്ടിംഗ് നിലയാണെങ്കിൽ അവർക്ക് വളരെ കുറവാണ് താനും. ഈ ആഴ്ച മിക്കവാറും അവർ തന്നെ ആകാനാണ് പുറത്താകാൻ ചാൻസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയറും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണേ.